ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കുമളിയിൽ നടത്തിയ ആസ്പിരേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ആകാംക്ഷ ഹത്ത് മേള പ്രകർശനമായി. അഴുതാദേവികുളം ബ്ലോക്ക് പഞ്ചായത്തുകളിലെ സംരംഭകരെയും കരകൌശല വിദഗ്ധരെയും പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് മേള സംഘടിപ്പിച്ചത്. ജനപങ്കാളിത്തമില്ലാതെ പോയ മേളയ്ക്ക് അനുവദിച്ചതാകട്ടെ 5 ലക്ഷം രൂപ മാത്രം. 2 ബ്ലോക്കുകൾ ഉൾപ്പെടുന്ന പ്രാദേശിക ചെറുകിട സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ, ജിയോ ടാഗ് ചെയ്ത ഉൽപ്പന്നങ്ങൾ, കരകൌശല വസ്തുക്കൾ, കാർഷിക വനവിഭവങ്ങൾ, തനത് ഭക്ഷ്യയിനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന പ്രദർശന വിപണമേളയാണ് സംഘടിപ്പിച്ചത്. സെപ്റ്റംബർ മാസം 1 മുതൽ 8 വരെ കുമളി കല്ലറക്കൽ ഗ്രൗണ്ടിൽ മേള നടക്കുമെന്നാണ് അധികാരികൾ അറിയിച്ചിരുന്നത്. ഉദ്ഘാടനത്തിന് പിന്നാലെ സംഘാടകർ ഓണം ആഘോഷിക്കാൻ സ്ഥലം വിട്ടതോടെ മേളയിൽ പങ്കെടുക്കാനെത്തിയ സ്റ്റാളുകൾ പലതും അപ്രത്യക്ഷമായി. മേളയിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിൽ സംഘാടകർ തികഞ്ഞ പരാജയവുമായി. 5 ലക്ഷം രൂപയാണ് ഇതിനായി അനുവദിച്ചിരുന്നത്. ഇതിൽ 3 ലക്ഷം രൂപ പദ്ധതി നിർമ്മാണത്തിനായി പൊതുമരാമത്ത് വകുപ്പിന് കൈമാറി. തികച്ചും പ്രഹസനമായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ലക്ഷങ്ങൾ മുടക്കി പന്തലുകളും സ്റ്റാളുകളും ഇവിടെ പണിതിട്ടതല്ലാതെ യാതൊരുവിധ ജനപങ്കാളിത്തമോ, മാത്രമല്ല വിവിധ വകുപ്പുകൾ ഇതിൽ പങ്കെടുക്കുന്നതാണ്. വകുപ്പുകൾ 2-3 വകുപ്പുകൾ മാത്രമേ ഇതിനകത്ത് പങ്കെടുത്തിട്ടുള്ളൂ. അവരുടെ വിപണനശാലകൾ മാത്രമേ ഇവിടെയുള്ളൂ. അതിൽ പോലും ആൾക്കാരില്ലാതെ, ജനങ്ങളില്ലാതെ, അല്ലെങ്കിൽ അത് വാങ്ങാനോ അത് കാണാനോ ആൾക്കാരില്ലാതെ ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ സംജാതമായിരിക്കുന്നത്. മേള തുടങ്ങുമെന്ന് അറിയിച്ചിരുന്ന 1-ാം തീയതിയാണ് പന്തൽ നിർമ്മാണം ആരംഭിച്ചത്. 25 സ്റ്റാളുകൾ പങ്കെടുക്കുമെന്നായിരുന്നു ആദ്യം ലഭിച്ച അറിയിപ്പ്. എന്നാൽ 20 സ്റ്റാളുകൾക്കുള്ള പന്തലാണ് നിർമ്മിച്ചത്. പ്രവർത്തിച്ചതാകട്ടെ 10-ൽ താഴെ സ്റ്റാളുകൾ മാത്രം. ഇന്ന് മേളയ്ക്ക് തിരശ്ശീല വീഴുമ്പോൾ ഇവിടെയുള്ളത് തേക്കടി മറയൂർ വനം ഡിവിഷനുകളിലെ സ്റ്റാളുകളും സർക്കാർ പച്ചക്കറിത്തോട്ടത്തിന്റെ സ്റ്റാളും ഉൾപ്പെടെ വെറും 5 എണ്ണം മാത്രം. ഇടുക്കി വിഷൻ, കുമളി.